ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെ ഇന്നത്തെ ആരാധനയിൽ സഭാ നേതൃത്വത്തിനു വേണ്ടിയും സഭ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾക്കും ഞെരുക്കങ്ങൾക്കും സഭാ മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. വളരെ പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്നേ ദിവസം വത്തിക്കാനിൽ വെച്ച് നടക്കുന്ന എല്ലാ ശവസംസ്കാര ചടങ്ങുകളെയും പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പുതിയ സഭയുടെ നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ സഭയെ നയിക്കാൻ കർത്താവ് തെരഞ്ഞെടുക്കാൻ പോകുന്ന പുതിയ മാർപ്പാപ്പയെ കർത്താവിൻ്റെ കരുണയ്ക്കായി കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ, ഒരു സഭയുടെ ഒക്കെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിലൂടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ ദൈവമക്കൾ ലോകത്തിൻ്റെ പല കോണുകളിൽ ഈശോയിലുള്ള വിശ്വാസത്തെ പ്രതി, ഈശോയിലുള്ള സ്നേഹത്തെ പ്രതി സഹിക്കേണ്ടി വരുന്ന, രക്തം ചിന്തേണ്ടി വരുന്ന, ജീവിതം ബലിയായി നൽകേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് സഭ കടന്നു പോകുന്നത്. സഭയുടെ ശുശ്രൂഷകളും സഭയുടെ ദൈവാലോചനയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ പ്രവണത ഭാരത്താലും അസ്വസ്ഥതകളാലും സഭയെ പല രീതിയിൽ താറടിക്കുകയും സഭാ ശുശ്രൂഷകൾക്കെതിരെ പല രീതിയിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മാധ്യമങ്ങളിലൂടെയും അതുപോലുള്ള ശുശ്രൂഷ മേഖലകളിലൂടെയൊക്കെ സഭയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും സഭയെ ഏതെല്ലാം രീതിയിൽ അസ്വസ്ഥപ്പെടുത്താവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കളായി നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിനെതിരെയും യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയ്ക്കെതിരെയും യേശു ഏക സത്യ ദൈവമാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും പ്രഘോഷിക്കാനൊക്കെ അസാധ്യമാകുമാറ് ഒരു സാഹചര്യത്തിൻ്റെ സാധ്യതയുടെ നടുവിലൂടെയാണ് പലയിടങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോകുന്നത്. മതേതര രാഷ്ട്രമെന്ന് കരുതുന്ന ഇന്ത്യയിൽ പോലും ക്രിസ്ത്യാനികൾ പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന, വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭാ നേതൃത്വത്തെ നിരയിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇന്നലകളിൽ സഭാ നേതൃത്വത്തിന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ മൂലം വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും ഈശോയോടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ അകന്നുപോയ അനേകം മക്കളുണ്ടാകാം. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഉണ്ടാകാം. സഭയിലും വൈദികർക്കിടയിലും നേതൃത്വ നിരയിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഭിന്നതയും കലഹവും അസ്വസ്ഥതകളൊക്കെ കണ്ട് ഒരുപക്ഷെ സഭയിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്ന മക്കൾ, ഈശോയിൽ നിന്ന് അകന്നുപോയവർ, വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നുപോയ മക്കളുണ്ടാകാം. അവരെല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സഭ ഞാനും നിങ്ങളുമാണ്. സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ചർച്ച്. സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. സഭ ക്രിസ്തു തന്നെയാണ്. എവിടെയൊക്കെ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്തു പീഡിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് സാവൂളിനോട് കർത്താവ് പറഞ്ഞത്, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? സാവൂള് ഈശോയെ പീഡിപ്പിച്ചില്ല. സാവൂള് സഭയാണ് പീഡിപ്പിച്ചത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെയാണ് അവൻ പീഡിപ്പിച്ചത്. ഈശോ പറഞ്ഞു, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭ
ഞാനും നിങ്ങളും അടങ്ങുന്ന സഭയെ പീഡിപ്പിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. സഭയ്ക്ക് പുറമെ നിന്നുണ്ടാകുന്ന പീഡനങ്ങളെക്കാളും കഠിനമാണ് സഭയ്ക്കുള്ളിൽ നിന്ന് സഭാമക്കളായ നമ്മൾ നൽകുന്ന ദുർമാതൃകയിലൂടെ കടന്നു വരുന്ന സഭയ്ക്കെതിരെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ദുർമാതൃക മൂലം നമ്മൾ ഏൽപ്പിക്കുന്ന പരിക്കുകൾ സഭയ്ക്ക് പുറമെ നിന്നുണ്ടാകുന്ന പീഡനങ്ങളെക്കാളും കഠിനമാണ്. എന്നാണല്ലോ വചനം പറയുന്നുണ്ട്, അവന് രൂപഭംഗിയോ ആകാരഭംഗിയോ ഒന്നും ഉണ്ടായില്ല, അവനെ നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു. അത്രമാത്രം വിരൂപമായിരുന്നു, വികൃതമായിരുന്നു അവന്റെ മുഖമെന്ന് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭ നമ്മളിലൂടെയാണ് വിരൂപമാക്കപ്പെടുന്നത്. നമ്മുടെ ചില സംസാരങ്ങള്, നമ്മുടെ ചില ദൈവനിഷേധത്തിന്റെ സ്വഭാവങ്ങള്, കർത്താവിനെ അവന്റെ സാന്നിധ്യത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിത ശൈലികള്, ഇതിലൂടെയൊക്കെ ഇന്ന് ക്രിസ്തുവിന്റെ മൗതിക ശരീരം സമൂഹത്തിൽ വികൃതമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ നമുക്ക് അനുതപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭാ നേതൃത്വത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു വിശുദ്ധനായ ഒരു മാർപ്പാപ്പയെ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകി. മറ്റൊരു വിശുദ്ധനായ മാർപ്പാപ്പയെ സ്വർഗം നമുക്കായി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കോൺക്ലേവ് കൂടി കർദിനാൾമാർ ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വേണ്ടി സഭയെ നയിക്കാൻ പുതിയ ഒരു തലവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ പ്രചോദനമുണ്ടാകാൻ, ഈ കാലഘട്ടത്തിന്റെ നവീനമായ സവിശേഷതകളെ മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, യേശുക്രിസ്തുവിലൂടെ സ്വർഗം നൽകിയ രക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന, ദൈവമക്കളുടെ വീണ്ടെടുപ്പിനും ആത്മരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സഭയുടെ നേതൃത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും വരുന്ന ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. ഇന്ന് വത്തിക്കാനിൽ ഒരുമിച്ച് കൂടുന്ന കർത്താവെ, 10,000 ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളെയും കർത്താവെ നിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഒരുമിച്ച് കൂടുന്ന ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഒരുമിച്ച് കൂടുന്ന ദൈവമക്കളെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, സഭാമക്കളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും വേദനിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി സഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ശുശ്രൂഷ തലങ്ങളിലുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയിലായിരിക്കുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് കർത്താവെ നിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ, നിന്റെ കാരുണ്യത്തിൽ സഭയെ പൊതിഞ്ഞു പിടിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സഭ തകർന്നു പോകാൻ നീ അനുവദിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അത് നിന്റെ മൗതിക ശരീരമാണ്. ക്രിസ്തുവിനെ തകർക്കാതെ സഭയെ തകർക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ, നിന്നോടുള്ള ബന്ധത്തിൽ സഭാ മക്കളായി ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും വരുന്ന ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. സഭയിൽ നിന്നും മുറിവേറ്റ മക്കള്, നേതൃത്വ നിരയിൽ നിന്നും മുറിവേറ്റവര്, വൈദികരിൽ നിന്നും സന്യസ്തരിൽ നിന്നും കർത്താവെ മുറിവേറ്റ ജീവിതങ്ങളുണ്ടാകാം. എന്നും ഹൃദയം കൊണ്ട് സഭയിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കളുണ്ടാകാം. പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ മുറിവുകൾ സഭയിൽ നിന്ന് ഇന്നലകളിൽ ഏറ്റെടുക്കേണ്ടി വന്ന മക്കളുണ്ടാകാം. എല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ, നിന്റെ കാരുണ്യത്തിന്റെ കരം സഭയുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 100 കോടിയിലധികം വരുന്ന ദൈവജനത്തിന്റെ മേൽ കർത്താവേ നിന്റെ കരുണ വർഷിക്കണമേ. ലോകമെമ്പാടും യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വീണ്ടെടുപ്പും രക്ഷയിലും വിശ്വസിച്ച് ജീവിക്കുന്ന നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു. കർത്താവേ,
എല്ലാ മക്കളിലേക്കും ഈ രക്ഷയുടെ അനുഭവം, യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ അനുഭവം ഉണ്ടാകാൻ കർത്താവേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മൾ അറിയുന്നവര്, വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോയവര്, നിരീശ്വരത്വത്തിലേക്കും തെറ്റായ വിശ്വാസ സംഹിതകളിലേക്കും ഒക്കെ കടന്നു പോയവര് എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്രൈസ്തവ ജനതയെ മുഴുവനും പ്രത്യേകം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, നേതൃത്വ നിരയെ പ്രത്യേകം സമർപ്പിക്കുന്നു. പലയിടങ്ങളിലും നേതൃത്വത്തിന് തെറ്റുപറ്റിയത് മൂലം നഷ്ടപ്പെട്ടു പോയ ദൈവമക്കളെ ഓർത്ത് കർത്താവെ മാപ്പ് യാചിച്ച് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ, സഭാ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്നോട് ചേർന്നിരിക്കുവാൻ തക്കവിധത്തിലുള്ള ഒരഭിഷേകം തരണമേ. സുവിശേഷം പ്രസംഗിക്കാൻ, സുവിശേഷം ജീവിക്കാനുള്ള ഒരഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിലൂടെ സ്വർഗം നൽകിയ രക്ഷ അനുഭവിക്കാൻ ഈ സമൂഹത്തെ നീ അനുവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. മുട്ടുകുത്തി നിൽക്കാൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ്. നിങ്ങളുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം. കർത്താവേ, ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെ വല്ലാതെ വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്, വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് സായാഹ്നത്തിൽ റൂമിലേക്ക് ഒരു ധ്യാനത്തിന് വേണ്ടി ഞാൻ യാത്രയാകുകയാണ്. എൻ്റെ യാത്രകളിലും റൂമിലുള്ള ശുശ്രൂഷകളിലും പ്രത്യേകം ദൈവിക സംരക്ഷണം ഉണ്ടാകാനും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനൊക്കെ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥന യാചിക്കുന്നു. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.